അറിയാനുള്ള ആഗ്രഹങ്ങൾക്ക് ബുദ്ധിമാന്യം അതിരിടുമ്പോൾ വൈകല്യം വകവെക്കാതെ കുട്ടികൾ ആടിത്തിമിർക്കുകയാണ്. കണ്ടതും കേട്ടതുമെല്ലാം തങ്ങൾക്കും പ്രാപ്യമെന്ന തിരിച്ചറിവ് ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകുന്നു. ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് സവിശേഷമായ വിദ്യാഭ്യാസവും പരിശീലനം നൽകുകയും ആലംബഹീനർക്ക് ആശ്രയമായ പുനലൂരിലെ കുഞ്ഞു വിദ്യാലയമാണ് സെയ്റ ആശാഭവൻ. ബുദ്ധിമാന്യം സംഭവിച്ച വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രതീക്ഷയുടെ തിരിതെളിയിച്ച് 1989 ആശാഭവൻ സ്ഥാപിതമായത്. ദേശീയ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ നിയോഗിക്കപ്പെട്ട സെക്കന്ദരാബാദിലെ കേന്ദ്ര സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് പാഠ്യപദ്ധതി അനുസരിച്ചാണ് ആശാഭവൻ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധേയമായ 23 വർഷം പിന്നിട്ടിട്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടി സാമ്പത്തിക ലാഭം തേടാതെ ബുദ്ധിമാന്യം കൊണ്ട് ജന്മം ഇരുളടഞ്ഞെന്ന് മുദ്രകുത്തപ്പെട്ട ജീവിതങ്ങൾക്ക് കാരുണ്യത്തിന്റെ കൈത്തിരി പ്രതീക്ഷകൾ നൽകുകയാണ് ആശാഭവന്റെ ഡയറക്ടറായ വർഗീസ് എബ്രഹാം. കൊച്ചിലെ ഇവരെ കണ്ടെത്തുകയും വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് 14 വർഷമായി. അതെങ്ങനെ സാർ കണ്ടെത്തി? ഇദ്ദേഹത്തെ ഒരു പള്ളിയിലെ ഒരു പ്രീസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകും. ഇവിടുന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കൊല്ലൂർ ബ്രാഞ്ചിൻ്റെ ഡോക്ടേഴ്സ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അവരാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തരുന്നത്. പ്രത്യേകിച്ച് ഡീൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോക്. ഇരുളടഞ്ഞ മൂലയിൽ നിന്നും വെളിച്ചത്തിലേക്കെത്തി തൊഴിൽ സ്വാശ്രയത്വം നേടിയ ഒരു കൂട്ടം ജീവിതങ്ങളുണ്ട് ഇവിടെ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം കുട്ടികൾ ഇവിടെ പരിശീലനം നേടുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച 15ഓളം അധ്യാപകർ ക്ലാസ് എടുക്കുന്നു. തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസവും ലഭ്യമാകുമ്പോൾ തന്നെ കലാകായിക മേളയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും കഴിഞ്ഞിട്ടുണ്ട്. 1999 ജൂലൈ മാസത്തിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ കഴിഞ്ഞതും ആശാഭവനെ മറ്റുള്ള അഗതി മന്ദിരങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. വർഗീസ് എബ്രഹാമും കുടുംബവും കുട്ടികളോടൊപ്പം താമസിച്ചാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോഫ്റ്റ് ടോയ്സ് നിർമ്മാണം, അലങ്കാര വസ്തുക്കൾ, നൂൽനൂൽപ്പ്, മെഴുകുതിരി നിർമ്മാണം, സ്ക്രീൻ പ്രിന്റിംഗ്, പ്രസ് പ്രിന്റിംഗ്, തുന്നൽ എന്നിവയിലും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇവിടെ നൂൽനൂൽപ്പാണ് ഇവിടുത്തെ ആകർഷണീയമായ മറ്റൊരു തൊഴിൽ പരിശീലനം സിദ്ധിച്ചവർ സ്വന്തമായി നൂൽനൂൽക്കുന്നത് നയനാനന്ദകരമായ കാഴ്ചകളിൽ ഒന്നാണ്. പുനലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉദാരമതികളും പൊതുജനങ്ങളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് ആശാഭവനെ മുന്നോട്ട് നയിക്കുന്നത്. ബുദ്ധിമാന്യം ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. ഈ അവസ്ഥയെ മാറ്റി നിഷ്കളങ്കരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് ആശാഭവന്റെ ലക്ഷ്യം. പുനലൂർ നഗരസഭയിലെ തുമ്പോട് വാർഡിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തായാണ് ആശാഭവൻ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.